ഹലോ, നമ്മൾ ഇന്ന് റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. സ്ഥലം മാവേലിക്കരയാണ് കേട്ടോ. ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്, അതായത് സിനുവിൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് പെൻഷനായി വരികയായിരുന്നു ഗൾഫിൽ നിന്നും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. ഇത് സ്ഥലം മാവേലിക്കരയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും വിപുലമായ ഒരു പരിപാടിയാണെന്ന് നമ്മൾ അറിഞ്ഞത്. ഇത് ചേട്ടന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെയാണ് കേട്ടോ, ബൊക്കെയൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അടുക്കിപ്പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചേട്ടൻ്റെ മകളാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഫുഡ് കഴിക്കലാണല്ലോ പിന്നെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അവിടെ എല്ലാം ഒരുങ്ങുന്നതേ ഉള്ളായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കുറേയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബൊഫെ ആയിരുന്നു കേട്ടോ. ചപ്പാത്തി, ചിക്കന്, പൊറോട്ട, എന്താ പറയുക, കപ്പ, ബീഫ്, ചിക്കൻ കറി, അതേപോലെ തന്നെ പൊറോട്ടയൊക്കെ ലൈവായിരുന്നു കണ്ട. ബൊഫെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. അപ്പം ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഏത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങളെല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇത്തിരി ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വയറങ്ങ് നിറയുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ അവിടുത്തെ ബന്ധുക്കളാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി അടിപൊളി വൈബായിരുന്നു. ഇതാണ് അച്ചാച്ചനും വല്യമ്മച്ചിയും കൂടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. ഇവരങ്ങനെ കണ്ടുമുട്ടുന്ന അപൂർവമായിട്ടാണ്. അപ്പോൾ അവർ കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടിയോണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഇതാണ് ചേട്ടൻ കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ചേട്ടൻ ഇതുവരെ കണ്ടില്ലല്ലോ. പിന്നെ അവിടെ ഒരു അങ്കലാപ്പായിരുന്നു. നോക്കി എല്ലാവരും കൂടി ഡാൻസും മേളവും പാട്ടും, കൊച്ചെന്നില്ല വലുതെന്നില്ല, എല്ലാവരും കൂടി കണ്ടില്ലേ. ഭയങ്കര പാട്ടും മേളമായിരുന്നു. ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്. കാരണം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇങ്ങനെ കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. കാരണം കുറേ പേര് എവിടെയെങ്കിലുമൊക്കെ ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേര് നാട്ടിൽ, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് കാണുവാനും കേൾക്കാനും ഒക്കെ കഴിയുന്നത് വളരെ അപൂർവമാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങളങ്ങ് പൊളിച്ചു കണ്ടു. അച്ചാച്ചനൊക്കെ എന്താ ഹാപ്പി എന്ന് നോക്കും. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊക്കെ കാണാൻ തുടങ്ങിയ സമയത്ത് മുതൽ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളോട് ഒരേ രീതിയിലാണ് ഇവർ സ്നേഹം കാണിക്കുന്നത് കേട്ടോ. അതായത് സത്യസന്ധമായ സ്നേഹമാണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് ചേച്ചിയാണ് കേട്ടോ. ചേച്ചി ചേട്ടൻ്റെ കൂടെ കളിക്കാനായിട്ട് ചേച്ചി ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചേട്ടനൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ, കണ്ടില്ലേ. അങ്ങനെ പിന്നെ കളിയും മേളാങ്കം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വിശന്നു. അപ്പം ഞങ്ങൾ കഴിക്കാനിരുന്നു, എല്ലാവരും കൂടി കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇങ്ങോട്ട് വരാനുള്ള തിരക്കൊക്കെ ആയിരുന്ന സമയം ഒരുപാടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.